എന്തെല്ലാം വ്യത്യസ്തതരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ മുന്നിലേക്ക് വരാറുള്ളത്, നമ്മുടെ മനസ്സിൽ കടന്നു വരാറുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ, നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ, അത് ഇസ്ലാമിക ശരീഅത്തിനോട് യോജിച്ച ഹലാലായ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് സധൈര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ കഴിയും. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് യാതൊരുവിധ തടസ്സവുമില്ലാതെ അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയും. എല്ലാത്തിനും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയം ലോകത്ത് ഇല്ലേ ഇല്ല. തുടർച്ചയായി 21 ദിവസം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഫാത്തിഹ ഓതണം. ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഫാത്തിഹ ഓതണം. അതിനുശേഷം സൂറത്തുൽ ഫത്ഹ് 29 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യണം. 21 ദിവസം നാം നിത്യമായി പാരായണം ചെയ്താൽ നമ്മൾക്ക് എന്ത് ഉദ്ദേശ ലക്ഷ്യമാണോ നമ്മുടെ കൽബിലുള്ളത്, ആ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ഈ സൂറത്ത് പാരായണം ചെയ്യണം. ഓരോ ദിവസവും പാരായണം കഴിഞ്ഞ് റബ്ബിനോട് നമ്മുടെ ആവശ്യം ഉന്നയിക്കണം, ആവശ്യം പറയണം. നമ്മുടെ ആവശ്യം നമുക്ക് ആവശ്യമുള്ളതാണെന്ന കൃത്യമായ രീതിയിൽ റബ്ബിനോട് താണുകയാണ് യാചിച്ച് ചോദിക്കണം. 21 ദിവസം തുടർച്ചയായി ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ഹലാലായ മുറാദുകളും സൂറത്തുൽ ഫത്ഹിന്റെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു നൽകട്ടെ.